ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒരു കാര്യം പിടിക്കാനായി പാഞ്ഞോടുന്നു. പണം, വിജയം, അംഗീകാരം, എന്തായാലും നാം വിശ്വസിക്കുന്നത് കൂടുതൽ ഓടുമ്പോൾ അത്ര വേഗത്തിൽ അത് നമ്മളിലേക്ക് എത്തുമെന്നാണ്. എന്നാൽ സത്യത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഓരോ തവണയും നാം അതിനു പിന്നാലെ അമിതമായി ഓടുമ്പോൾ നാം പ്രപഞ്ചത്തോട് പറയുന്നത് എനിക്കിതില്ല എന്നതാണ്. ഈ ഇല്ലായ്മ എന്ന സന്ദേശം തന്നെ നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നു. നാം ഓടുന്നിടത്തോളം അത് നമ്മളിൽ നിന്ന് അകലുന്നു. ഒരു ഷാഡോ പോലെ. നീ അത് പിടിക്കാൻ ഓടുമ്പോൾ അത് മുന്നോട്ടു പോകും. ഒരിക്കൽ നിർത്തി നോക്കിയിട്ടുണ്ടോ? നിന്റെ ഉള്ളിൽ ഇതിനകം തന്നെയുള്ള സമാധാനം, ശക്തി, സമൃദ്ധി, അതിനെ നീ അവഗണിക്കുകയല്ലേ? ജീവിതം ഒരു ചേസ് അല്ല, അതൊരു അലൈൻമെന്റ് ആണ്. നീ എന്താണ് വിശ്വസിക്കുന്നത്, അതാണ് നീ അനുഭവിക്കുന്നത്. ഒരു കാര്യം നിനക്ക് വളരെ വേണമെങ്കിൽ നീ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കും. എനിക്കിത് വേണം, എനിക്കിതില്ല. ഈ ചിന്തകൾ നിന്റെ മനസ്സിൽ ആവർത്തിക്കുമ്പോൾ അതൊരു ബിലീഫായി മാറുന്നു. അപ്പോൾ നിന്റെ പ്രവൃത്തികളും അതിനെ പിന്തുടരും. നിന്റെ എനർജി പോലും ലാക്ക് എന്ന ഫ്രീക്വൻസിയിലേക്ക് മാറും. പ്രപഞ്ചം നമ്മൾ പറയുന്നത് കേൾക്കില്ല, പക്ഷേ നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണത് പ്രതിഫലിപ്പിക്കുന്നത്. നിനക്കില്ല എന്ന് തോന്നുന്ന ഓരോ കാര്യം അതിൻ്റെ കുറവ് വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രമം സമം കൂടുതൽ ലഭ്യം എന്നത് എല്ലായ്പ്പോഴും ശരിയല്ല. ചിലപ്പോൾ കൂടുതൽ ശ്രമം സമം കൂടുതൽ അഭാവം. ഓടുന്നത് നിർത്തുന്നത് പരാജയമല്ല, അത് ബോധോദയമാണ്. ഒരു നിമിഷം നിർത്തി നിന്റെ ഉള്ളിലേക്ക് നോക്കൂ. നീ അന്വേഷിക്കുന്നതിൻ്റെ ചില ഭാഗങ്ങൾ ഇതിനകം നിനക്കുണ്ടെന്ന് മനസ്സിലാകും. സമാധാനം പുറത്തല്ല, അത് നിന്റെ ഉള്ളിലാണ്. നീ നിർത്തുമ്പോൾ നീ കേൾക്കാൻ തുടങ്ങും. നിന്റെ യഥാർത്ഥ ആഗ്രഹങ്ങൾ, നിന്റെ ശക്തി, നിന്റെ വഴികാട്ടി എല്ലാം നിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ജീവിതം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് നീ അതിനോടൊപ്പം ഫ്ലോ ചെയ്യുമ്പോഴാണ്, ഫോഴ്സ് ചെയ്യുമ്പോഴല്ല. നീ എന്തു വേണമെന്നതിലുപരി നീ ആരാണെന്ന് നീ വിശ്വസിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. എനിക്കില്ല എന്ന നിലയിൽ നിന്ന് എനിക്കുണ്ടാകുന്നു എന്ന നിലയിലേക്ക് നീ മാറുമ്പോൾ നിന്റെ ജീവിതം മാറും. അലൈൻമെന്റ് എന്നത് നിന്റെ ചിന്തകൾ, നിന്റെ വികാരങ്ങൾ, നിന്റെ പ്രവൃത്തികൾ എല്ലാം ഒരേ ദിശയിൽ പോകുന്നത്. നീ ഇതിനകം വിജയിച്ച ഒരാളായി ഫീൽ ചെയ്യുമ്പോൾ അവസരങ്ങൾ സ്വയം നിന്നിലേക്കെത്തും. നീ ചേസ് ചെയ്യേണ്ടതില്ല, അത് നിന്നെ തേടി വരും. ജീവിതം ഒരു നദിയെപ്പോലെയാണ്. നീ അതിനെതിരെ നീന്തുമ്പോൾ നീ ക്ഷീണിക്കും. പക്ഷെ നീ ഫ്ലോയിലേക്ക് ചേർന്നാൽ അതേ നദി നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഓടുന്നത് നിർത്തുക, വിശ്വസിക്കാൻ തുടങ്ങുക. നിന്റെ വഴി നിനക്കായി തുറക്കപ്പെടും. നീ നിർത്തിയ നിമിഷം ആദ്യം കേൾക്കുന്നത് ശാന്തതയാണ്. ആ ശാന്തത ഭയപ്പെടുത്താം, കാരണം നീ അതിൽ പരിചയപ്പെട്ടിട്ടില്ല. എപ്പോഴും നോയ്സ്, ഹസിൽ, ചേസ്, അതാണ് നിന്റെ കംഫർട്ട് സോണായിരുന്നു. പക്ഷെ ഈ നിശബ്ദതയിൽ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നു. നീ ആരാണെന്ന്, നീ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതെന്ന്. പുറത്തെ ലോകം നിന്നെ തിരക്കിലാക്കി നിർത്തും, പക്ഷെ ഉള്ളിലെ ശബ്ദം നിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ പ്രോഗ്രസ് എന്നത് മുന്നോട്ടോടുന്നതല്ല, അത് നിർത്തി കേൾക്കുന്നതാണ്. നീ അന്വേഷിച്ചിരുന്നതെല്ലാം പുറത്തല്ലായിരുന്നു. നിന്റെ ഉള്ളിൽ തന്നെ ഒരു ലോകമുണ്ടായിരുന്നു. ശക്തി, കഴിവ്, സൃഷ്ടി. പക്ഷെ നീ അതിനെ അവഗണിച്ചു, കാരണം നീ പുറത്തേക്ക് നോക്കുകയായിരുന്നു. സത്യത്തിൽ സമ്പത്ത് എന്നത് പണത്തിൽ മാത്രമല്ല. നിന്റെ കോൺഫിഡൻസ്, നിന്റെ ക്ലാരിറ്റി, നിന്റെ പീസ്, ഇവയാണ് യഥാർത്ഥ സമ്പത്ത്. നീ ഇത് തിരിച്ചറിയുന്ന നിമിഷം എനിക്കില്ല എന്ന ചിന്ത പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകും. അപ്പോൾ നീ കുറവിൽ നിന്നല്ല, സമൃദ്ധിയിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. വിട്ടുകളയുന്നത് നഷ്ടപ്പെടലല്ല, അത് ഭാരമൊഴിയലാണ്. നീ പിടിച്ചു നിൽക്കുന്ന ഓരോ ഭയവും ഓരോ അസ്വസ്ഥതയും നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നീ തന്നെ ക്ഷീണിക്കുന്നു. പക്ഷേ നീ വിട്ടുകളഞ്ഞാൽ ജീവിതം തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. കൺട്രോൾ ടു ട്രസ്റ്റ് എന്ന മാറ്റം, അതാണ് ഫ്രീഡം. വിശ്വാസം കാണാൻ കഴിയാത്തതിൽ വിശ്വസിക്കുന്നതാണ്. നീ വഴി മുഴുവനായി കാണാതെ പോലും നീ ഒരു പടി മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകുമ്പോൾ അതാണ് വിശ്വാസം. ജീവിതം എല്ലാം ഒരുമിച്ച് കാണിക്കില്ല, പക്ഷേ നീ ട്രസ്റ്റ് ചെയ്താൽ അടുത്ത പടി എപ്പോഴും തുറക്കും. ഫിയർ ചോദിക്കും, എന്താണ് സംഭവിക്കുക? ഫെയ്ത്ത് പറയും, എന്തെങ്കിലും നല്ലത് സംഭവിക്കും. നീ ഇനി ഓടുന്നില്ല, നീ ഒഴുകുന്നു. നിന്റെ പ്രവർത്തികൾ എഫേർട്ട്ലെസ്സായി തോന്നും. മുൻപ് നീ ഫോഴ്സ് ചെയ്തിരുന്നതെല്ലാം ഇപ്പോൾ നാച്ചുറലായി സംഭവിക്കുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഇനി ചേസ് ചെയ്യേണ്ടതില്ല, അവ നിന്റെ എനർജിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതാണ് ഫ്ലോ സ്റ്റേറ്റ്. എല്ലാം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നടക്കുന്നത്.
നീ അതേ ലോകത്തിലാണ്, പക്ഷെ നിന്റെ കാഴ്ച മാറിയിരിക്കുന്നു. മുൻപ് പ്രശ്നങ്ങളായിരുന്നവ ഇപ്പോൾ അവസരങ്ങളായി കാണപ്പെടുന്നു. മുൻപ് ഭയമുണ്ടാക്കിയിരുന്നതല്ല ഇപ്പോൾ പഠനമായി മാറുന്നു. റിയാലിറ്റി മാറിയില്ല, നിന്റെ പെർസെപ്ഷനാണ് മാറിയത്. അതാണ് യഥാർത്ഥ മാറ്റം. നീ അന്വേഷിച്ചിരുന്നത് പുറത്തുള്ള വിജയമല്ലായിരുന്നു, നിന്റെ യഥാർത്ഥ സ്വയമായിരുന്നു. നീ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞ നിമിഷം നിനക്കെന്താണ് വേണ്ടതെന്നതും വ്യക്തമായി തുടങ്ങും. ഐഡന്റിറ്റി, റിയാലിറ്റി. നീ ആരാണെന്ന് നീ വിശ്വസിക്കുന്നത് പോലെ നിന്റെ ജീവിതം രൂപപ്പെടും. നീ ഇനി അന്വേഷിക്കുന്നില്ല, പക്ഷേ അവസരങ്ങൾ നിന്നെ കണ്ടെത്തുന്നു. പുതിയ ആളുകൾ, പുതിയ ആശയങ്ങൾ, പുതിയ വഴികൾ എല്ലാം സ്വാഭാവികമായി വരുന്നു. ഇത് ലക്കല്ല, ഇത് അലൈൻമെൻ്റാണ്. നീ മാറിയപ്പോൾ നിന്റെ ലോകവും മാറി. നിനക്കിനി തെളിയിക്കേണ്ട ഒന്നുമില്ല, നിനക്ക് ചേസ് ചെയ്യേണ്ട ഒന്നുമില്ല. നീ ശാന്തനാണ്, കാരണം നീ സമ്പൂർണനാണ്. ഈ സമാധാനം പുറത്തുള്ള സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്നതല്ല, ഇത് നിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഒരു സമയം നീ ഓടിയിരുന്നു, ഇപ്പോൾ നീ നിലകൊള്ളുന്നു. ഒരു സമയം നീ തേടിയിരുന്നു, ഇപ്പോൾ നീ ആകുന്നു. ഈ മാറ്റം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഇത് നിന്റെ ഉള്ളിലെ ഒരു തീരുമാനമാണ്. ഓടുന്നത് നിർത്താനെടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ജീവിതം ഭാരമല്ല, ഒരു അനുഭവമാണ്. നീ ഓരോ ദിവസവും ജീവിക്കുന്നു, ഓടുന്നില്ല. നീ സന്തോഷം പിന്തുടരുന്നില്ല, നീ സന്തോഷമായി ജീവിക്കുന്നു. നീ കണ്ടെത്തിയ ഈ സത്യം നിനക്ക് മാത്രമുള്ളതല്ല, ഇത് പങ്കിടേണ്ടതാണ്. കാരണം ലോകം ഇപ്പോഴും ഓടുകയാണ്. നീ നിർത്തിയതുപോലെ മറ്റുള്ളവർക്കും നിർത്താൻ പ്രചോദനം നൽകുക. നിനക്ക് ഇനി ഒന്നും കുറവില്ല, നീ ഇതിനകം തന്നെ പൂർണ്ണനാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ജീവിതം തന്നെ ഒരു സമ്മാനമായി തോന്നും. ഓടുന്നത് നിർത്തുക. കാരണം നീ അന്വേഷിക്കുന്നത് നിന്നിൽ നിന്ന് ഒരിക്കലും അകന്നിട്ടില്ല. നീ തന്നെ അതാണ്. ഇത് ഒരു അവസാനമല്ല, ഇത് ഒരു പുതിയ തുടക്കമാണ്. ഓടാതെ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം. ഒരു ചെറിയ കാന്തം പോലും അതിന്റെ ചുറ്റുമുള്ള ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയും. അതിന്റെ ശക്തി കാണാനാകില്ല, പക്ഷേ അതിന്റെ ഫലം വ്യക്തമാണ്. ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. നമ്മൾ എന്താണ് ആകർഷിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പുറം ലോകമല്ല, നമ്മുടെ ഉള്ളിലെ എനർജിയാണ്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും അതെല്ലാം ചേർന്ന് ഒരു ഇൻവിസിബിൾ മാഗ്നറ്റിക് ഫീൽഡ് പോലെ പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ പുറത്തെന്തോ തേടുന്നു, പക്ഷേ സത്യത്തിൽ നമ്മൾ അകത്തെന്താണ് വികിരണം ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. നീ ഒരു കാന്തമാണ്, പക്ഷെ നീ എത്ര ശക്തമാണെന്നത് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിന്റെ ചിന്തകൾക്ക് രൂപമില്ല, പക്ഷേ അതിന് ശക്തിയുണ്ട്. നിന്റെ വികാരങ്ങൾ കാണാനാകില്ല, പക്ഷേ അത് നിന്റെ ലോകത്തെ രൂപപ്പെടുത്തുന്നു. ഓരോ തോട്ട്, ഓരോ ഫീലിംഗ് നീ പുറത്തേക്കഴിക്കുന്ന ഒരു സിഗ്നലാണ്. ഈ സിഗ്നലുകളാണ് നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നെഗറ്റീവ് തോട്ട്സ് വീക്ക് മാഗ്നറ്റ്, പോസിറ്റീവ് തോട്ട്സ് പവർഫുൾ മാഗ്നറ്റ്. നീ എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? നീ ഡൗട്ട്, ഫിയർ, കമ്പാരിസൺ എന്നിവയിൽ ജീവിക്കുമ്പോൾ നിന്റെ മാഗ്നറ്റിക് പവർ കുറയുന്നു. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നിനക്കില്ലാത്തതിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ നീ ആകർഷിക്കുന്നത് അതുതന്നെയാണ്, കൂടുതൽ അഭാവം. വീക്ക് മാഗ്നറ്റ്, വീക്ക് റിസൾട്ട്സ്. ഒരു ദിവസം നീ മനസ്സിലാക്കും, പ്രശ്നം പുറത്തല്ല, അത് നിന്റെ ഉള്ളിലാണ്. നീ മാറ്റേണ്ടത് സാഹചര്യങ്ങളല്ല, നിന്റെ എനർജിയാണ്. അതാണ് റിയൽ പവർ. നീ എന്ത് ചിന്തിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്, കാരണം അത് നിന്റെ റിയാലിറ്റിയാകും. നീ സക്സസ് ചിന്തിച്ചാൽ നിന്റെ മൈൻഡ് അതിലേക്ക് അലൈൻ ചെയ്യും. നീ ഫെയിലിയർ ചിന്തിച്ചാൽ അത് തന്നെ ആവർത്തിക്കും. തോട്ട്, ഇമോഷൻ, റിയാലിറ്റി. ഇമോഷനാണ് മാഗ്നറ്റിന്റെ പവർ സോഴ്സ്. ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ് ഇവയാണ് ഹൈ ഫ്രീക്വൻസി എനർജി. ഫിയർ, ആംഗർ, ഡൗട്ട് ഇവയാണ് ലോ ഫ്രീക്വൻസി. നീ ഏത് ഫ്രീക്വൻസിയിൽ ജീവിക്കുന്നു? നിനക്കുള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങൂ. ഗ്രാറ്റിറ്റ്യൂഡാണ് മാഗ്നറ്റിനെ ശക്തമാക്കുന്ന ഏറ്റവും വലിയ ഫോഴ്സ്. നിനക്ക് ഓൾറെഡി ഉള്ളത് കാണുമ്പോൾ നിന്റെ എനർജി ഉയരും. അപ്പോൾ കൂടുതൽ നല്ലത് വരും. നീ ആഗ്രഹിക്കുന്നത് ഇതിനകം നിനക്കായി വരികയാണ് എന്ന് വിശ്വസിക്കൂ. ഫെയ്ത്താണ് മാഗ്നറ്റിക് പുൾ. നീ ഡൗട്ട് ചെയ്താൽ സിഗ്നൽ വീക്കാവും. നീ വിശ്വസിച്ചാൽ സിഗ്നൽ ശക്തമാകും. നിനക്കുള്ളിൽ ഓൾറെഡി പവറുണ്ട്. സെൽഫ് ബിലീവ് ഇല്ലെങ്കിൽ നിന്റെ മാഗ്നറ്റ് ഇനാക്റ്റീവാണ്. നീ വിശ്വസിച്ചാൽ നീ അൺസ്റ്റോപ്പബിൾ ആണ്. തോട്ട്സ്, ഇമോഷൻസ്, ആക്ഷൻസ് ഇവ ഒത്തുചേരുമ്പോൾ നീ അൺസ്റ്റോപ്പബിൾ മാഗ്നറ്റ് ആകുന്നു. അലൈൻമെന്റ്, അട്രാക്ഷൻ. കാന്തം വെറും ആകർഷിക്കുന്നില്ല, അത് ഡയറക്ഷൻ നൽകും.
നിന്റെ ആക്ഷനാണ് അട്രാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫീൽ, ബിലീവ്, ആക്ട്. ഇപ്പോൾ എല്ലാം സ്മൂത്തായി നടക്കും. റെസിസ്റ്റൻസ് ഇല്ല, ഫ്ലോ മാത്രം. നീ പുഷ് ചെയ്യുന്നില്ല, നീ അട്രാക്റ്റ് ചെയ്യുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഇനി റാൻഡം അല്ല, അവ നിന്റെ വൈബ്രേഷനോട് മാച്ച് ചെയ്തു വരുന്നു. റൈറ്റ് പീപ്പിൾ, റൈറ്റ് ടൈമിംഗ്, എല്ലാം അലൈൻ. നീ ഇനി പഴയ വ്യക്തിയല്ല, നീ ഒരു മാഗ്നറ്റായി മാറിയിരിക്കുന്നു. നീ അട്രാക്റ്റ് ചെയ്യുന്നു, ചേസ് ചെയ്യുന്നില്ല. നീ ഒരിക്കൽ ആഗ്രഹിച്ചതെല്ലാം ഇപ്പോൾ നിന്നെ തേടി വരുന്നു. ഇത് മാജിക് അല്ല, ഇത് നീ തന്നെയാണ്. നിനക്കിനി തിരക്കില്ല, നിനക്ക് വിശ്വാസമുണ്ട്. എല്ലാം വരും ശരിയായ സമയത്ത്. നിന്റെ എനർജി മറ്റുള്ളവരെയും ബാധിക്കും. നീ ഷൈൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്നു. നിനക്കിനി ഒന്നും കുറവില്ല, നീ ഓൾറെഡി കംപ്ലീറ്റ് ആണ്. കാന്തമായി മാറുക. നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്നിലേക്ക് വരും. ഇത് അവസാനമല്ല, ഇത് നിന്റെ പുതിയ ശക്തിയുടെ തുടക്കമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നു, ഞാൻ വിജയിക്കണം, എനിക്കിത് വേണം. പക്ഷേ ഒരു സത്യം നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ചിന്ത മാത്രം പോരാ. നീ ഒരു വിത്ത് നടുമ്പോൾ അത് വളരാൻ വെള്ളം വേണം. അതുപോലെ നിന്റെ ചിന്തകൾക്ക് ജീവൻ നൽകുന്നത് നിന്റെ വികാരങ്ങളാണ്. വികാരങ്ങളില്ലാത്ത ചിന്തകൾ അതൊരു ശബ്ദം മാത്രം. പക്ഷെ വികാരങ്ങളോടെയുള്ള ചിന്തകൾ അതൊരു ശക്തിയാണ്. നീ എന്താണ് ചിന്തിക്കുന്നത് എന്നതല്ല പ്രധാനപ്പെട്ടത്, നീ അതെങ്ങനെ അനുഭവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. നീ ആഗ്രഹിക്കുന്ന ജീവിതം ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന പോലെ ഫീൽ ചെയ്യാൻ കഴിയുമോ? പ്രപഞ്ചം വാക്കുകൾ കേൾക്കില്ല, അത് വികാരങ്ങൾ കേൾക്കും. നിന്റെ ഇമോഷൻസ് ആണ് നിന്റെ ഫ്രീക്വൻസി. നീ സന്തോഷം അനുഭവിക്കുമ്പോൾ നീ ഉയർന്ന ഫ്രീക്വൻസിയിലാണ്. നീ ഭയം അനുഭവിക്കുമ്പോൾ നീ താഴ്ന്ന ഫ്രീക്വൻസിയിലാണ്. പ്രപഞ്ചം മാച്ച് ചെയ്യുന്നത് നിന്റെ ഫ്രീക്വൻസിയാണ്. അതിനാൽ ചോദ്യം, നീ എന്താണ് ഫീൽ ചെയ്യുന്നത്? നിന്റെ മൈൻഡ് ഒരു സ്റ്റോറി ടെല്ലറാണ്. അത് നിനക്ക് ഫ്യൂച്ചറിനെക്കുറിച്ച് ചിത്രങ്ങൾ വരയ്ക്കും. ഒരു ദിവസം ഞാനിത് നേടും, ഒരു ദിവസം ഞാൻ സന്തോഷവാനാകും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മൈൻഡ് എപ്പോഴും ഒരു ദിവസം എന്ന ഭാവിയിൽ ജീവിക്കുന്നു. പക്ഷേ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എന്ന പ്രസന്റിലാണ്. നീ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിന്റെ ഇമോഷൻസ് ഇപ്പോഴും ഇല്ല എന്ന സ്റ്റേറ്റിൽ തന്നെ തുടരുന്നു. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. നിന്റെ ചിന്തകൾ ഫ്യൂച്ചറിൽ, നിന്റെ വികാരങ്ങൾ പ്രസന്റിൽ. ഈ മിസ്മാച്ച് കാരണം മാനിഫെസ്റ്റേഷൻ ഡിലേ ആകുന്നു. പക്ഷെ നീ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, ഫ്യൂച്ചറിനെ പ്രസന്റിലേക്ക് കൊണ്ടുവന്നാൽ, ഒരു ദിവസം എന്നത് ഇപ്പോൾ തന്നെ ആയി മാറ്റിയാൽ, അപ്പോൾ നിന്റെ മൈൻഡും ഇമോഷൻസും ഒരേ ദിശയിൽ പോകും. അതാണ് റിയൽ പവർ. നിന്റെ ഇമാജിനേഷൻ ഒരു ഡ്രീമല്ല, അതൊരു പ്രിവ്യൂ ആണ്. പക്ഷേ പ്രിവ്യൂ റിയൽ ആക്കാൻ നീ അത് ഇപ്പോൾ തന്നെ അനുഭവിക്കണം. നീ ആഗ്രഹിക്കുന്ന ജീവിതം ഒരു നിമിഷം കണ്ണടച്ച് കാണും. നീ അത് നേടിയിരിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യൂ. നിന്റെ ചുറ്റും ആ വിജയത്തിൻ്റെ അന്തരീക്ഷം, നിന്റെ ഉള്ളിൽ വരുന്ന ആ സന്തോഷം, ആ അഭിമാനം, ആ ശാന്തത. ഇത് വെറും വിഷ്വലൈസേഷൻ അല്ല, ഇതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ്. നീ അത് ഫീൽ ചെയ്യുന്ന നിമിഷം നിന്റെ ശരീരം പോലും അത് റിയലായി സ്വീകരിക്കാൻ തുടങ്ങും. നിന്റെ ബ്രെയിൻ ഇത് ഇതിനകം സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അത് നിന്റെ ഡിസിഷൻസ് മാറ്റും, നിന്റെ ബിഹേവിയർ മാറ്റും, നിന്റെ കോൺഫിഡൻസ് ഉയരും. ഇത് ആക്ടിംഗ് അല്ല, ഇത് അലൈൻമെന്റ് ആണ്. നീ ആ വ്യക്തിയായി ഇപ്പോൾ തന്നെ ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ റിയാലിറ്റി നിനക്കൊപ്പം അറൈൻ ചെയ്യാതെ വഴിയില്ല. ജസ്റ്റ് തിങ്ക് ചെയ്യരുത്, ഫീൽ ഇറ്റ്. ഡീപ്പായി, സത്യമായി, ഇപ്പോൾ തന്നെ. എല്ലാ വലിയ മാറ്റങ്ങളും ഒരു ചെറിയ ഇൻവിസിബിൾ പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു. അത് നിന്റെ ഉള്ളിലെ ഒരു ഫീലിംഗ് ആണ്. ഒരു ആത്ലീറ്റ് ആദ്യം വിജയത്തിന്റെ സന്തോഷം ഫീൽ ചെയ്യും, അതിനുശേഷം അത് നേടും. ഒരു ആർട്ടിസ്റ്റ് ആദ്യം തന്റെ സൃഷ്ടിയുടെ ബ്യൂട്ടി അനുഭവിക്കും, അതിനുശേഷം അത് ലോകത്തേക്ക് കൊണ്ടുവരും. നീ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും ആദ്യം ഒരു ഇമോഷനായി ജനിക്കും. നീ അത് ഫീൽ ചെയ്യുന്ന നിമിഷം അതൊരു സിഗ്നലായി പുറത്തു പോകുന്നു. ആ സിഗ്നലോട് മാച്ച് ചെയ്യുന്ന സാഹചര്യങ്ങൾ സ്ലോലി രൂപപ്പെടുന്നു. നീ കാണാൻ കഴിയാത്ത ഒരു പ്രോസസ്സാണിത്, പക്ഷെ അത് നടക്കുന്നു. സീഡ്സ് അണ്ടർഗ്രൗണ്ട് വളരുന്നത് പോലെ നീ ഫീൽ ചെയ്യുന്നത് തന്നെ നിന്റെ ഫ്യൂച്ചറിന്റെ ഫൗണ്ടേഷനാണ്. സോ ചൂസ് യുവർ ഫീലിംഗ്സ് കെയർഫുള്ളി, കാരണം അതാണ് നിന്റെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ്. നീ ഫീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ശബ്ദം നിനക്കുള്ളിൽ വരും, ഇത് സത്യമല്ല, ഇത് നടക്കില്ല. അത് ഫിയർ ആണ്. ഫിയർ ഒരു നാച്ചുറൽ ഇമോഷനാണ്, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ അനുവദിച്ചാൽ അത് നിന്റെ സിഗ്നൽ ഡിസ്റ്റോർട്ട് ചെയ്യും. നീ സന്തോഷം ഫീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫിയർ ഡൗട്ട് ചേർക്കും. എന്തെങ്കിലും തെറ്റിയാൽ, ഞാൻ ഫെയിലായാൽ, ഈ തോട്ട്സ് നിന്റെ ഫ്രീക്വൻസി കുറയ്ക്കും. അതുകൊണ്ട് അട്രാക്ഷൻ വീക്കാകും. ഫിയർ നിന്റെ എനർജി ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷെ ട്രൂത്ത് എന്താണ്? ഫിയർ ഒരു റിയാലിറ്റി അല്ല, അതൊരു ഇമാജിനേഷനാണ്. നീ അത് ഇഗ്നോർ ചെയ്താൽ അത് സ്ലോലി ഡിസപ്പിയർ ചെയ്യും.
നീ അത് ഫീഡ് ചെയ്താൽ അത് വളരും. സോ ചൂസ്, ഫിയർ ഫീൽ ചെയ്യണോ അല്ലെങ്കിൽ ഫെയ്ത്ത് ഫീൽ ചെയ്യണോ? ഫെയ്ത്ത് എന്നത് ഒരു ഫീലിംഗ് ആണ്. അത് ലോജിക്കല്ല, അത് കാൽക്കുലേഷൻ അല്ല, അതൊരു ഇന്നർ നോയിങ് ആണ്. നീ ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കണം ഇത് നടക്കുമെന്ന്. നീ പ്രൂഫ് കാണുന്നതിന് മുമ്പ് തന്നെ ഫീൽ ചെയ്യണം. അതാണ് റിയൽ ഫെയ്ത്ത്. നീ വിശ്വസിച്ചാൽ നിന്റെ ഇമോഷൻ സ്റ്റേബിൾ ആകും, നിന്റെ സിഗ്നൽ ക്ലിയർ ആകും. അപ്പോൾ യൂണിവേഴ്സ് കൺഫ്യൂസ് ആകില്ല. നീ ഡൗട്ട് ചെയ്താൽ മിക്സ്ഡ് സിഗ്നൽ പോകും. മിക്സ്ഡ് സിഗ്നൽ, മിക്സ്ഡ് റിസൾട്ട്സ്. ക്ലിയർ ഫീലിംഗ്, ക്ലിയർ ഔട്ട്കം. ഫെയ്ത്ത് എന്നത് പേഷ്യൻസ് കൂടിയാണ്. നീ ഫീൽ ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ റിസൾട്ട് വരാതിരിക്കാൻ വഴിയില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പവർഫുൾ ഇമോഷനാണ്. നിനക്ക് ഇതിനകം ഉള്ളതിനോട് നന്ദി പറയുമ്പോൾ നിന്റെ എനർജി ഇൻസ്റ്റൻ്റായി ഉയരും. പക്ഷേ ഒരു സീക്രട്ട് ഉണ്ട്. നിനക്കില്ലാത്തതിനായി പോലും നന്ദി പറയാൻ പഠിക്കണം. കാരണം അത് നിന്റെ വഴിയിലാണ്. നീ ഓൾറെഡി ലഭിച്ചതുപോലെ ഫീൽ ചെയ്താൽ നിന്റെ സബ് കോൺഷ്യസ് അത് ആക്സെപ്റ്റ് ചെയ്യും. അത് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ലാക്കിനെ അബണ്ടൻസായി മാറ്റുന്ന ബ്രിഡ്ജാണ്. നീ എനിക്കില്ല എന്നതിൽ നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് മാറുന്നു. ഈ ഫീലിംഗ് ആണ് മാജിക്. ഈ ഫീലിംഗ് ആണ് അട്രാക്ഷൻ. നീ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിനക്ക് തന്നെ ചോദിക്കണം. ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കാരണം പലപ്പോഴും പ്രശ്നം പുറത്തല്ല, അത് നിന്റെ ഉള്ളിലാണ്. നിനക്ക് ലഭിക്കേണ്ടതിനേക്കാൾ നിനക്ക് അർഹതയില്ല എന്ന് നിന്റെ ഉള്ളിലൊരു ചെറിയ ശബ്ദം പറയും. ഈ ശബ്ദം നിന്റെ എനർജിയെ തടയും. നീ എത്ര പോസിറ്റീവായി ചിന്തിച്ചാലും നീ ഉള്ളിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാത്തതൊന്നും നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. സെൽഫ് വർത്ത് എന്നതൊരു ഇമോഷനാണ്. നീ നിനക്ക് തന്നെ വാല്യൂ കൊടുക്കുമ്പോൾ നീ നാച്ചുറലി ബെറ്റർ തിങ്സ് അട്രാക്റ്റ് ചെയ്യും. നീ മിററിൽ നിന്നെ നോക്കുമ്പോൾ ഒരു ഡൗട്ടല്ല, ഒരു കോൺഫിഡൻസ് കാണണം. എനിക്കിത് സാധ്യമാണ്, ഞാൻ ഇതിന് അർഹനാണ്. ഈ ഫീലിംഗ് ആണ് നിന്റെ മാഗ്നറ്റിക് സിഗ്നലിനെ സ്ട്രോങ് ആക്കുന്നത്. റിമെമ്പർ, നീ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നിനക്ക് ലഭിക്കുന്നത്. സോ ആദ്യം നിന്നെ തന്നെ ആക്സെപ്റ്റ് ചെയ്യൂ. നിന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ നിന്റെ തോട്ട്സ് മാത്രം പോരാ, നിന്റെ ഇമോഷൻസ് മാത്രം പോരാ, നിന്റെ ആക്ഷൻസ് മാത്രം പോരാ. ഈ മൂന്നും ഒരേ ദിശയിൽ അലൈൻ ആവണം. നീ സക്സസ് ചിന്തിക്കുന്നു, പക്ഷെ ഉള്ളിൽ ഡൗട്ട് ഫീൽ ചെയ്യുന്നു, അപ്പോൾ സിഗ്നൽ മിക്സ്ഡ് ആകും. നീ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നു, പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല, അപ്പോൾ റിസൾട്ട് ഉണ്ടാകില്ല. അലൈൻമെന്റ് എന്നത് ഹാർമണിയാണ്. നിന്റെ മൈൻഡ് എന്താണ് പറയുന്നത്, നിന്റെ ഹാർട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്, നിന്റെ ബോഡി എന്താണ് ചെയ്യുന്നത്, ഇവ ഒത്തുചേരുമ്പോൾ ഒരു പവർഫുൾ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യും. അത് ക്ലിയർ ആയപ്പോൾ ലൈഫ് റെസ്പോണ്ട് ചെയ്യും. നീ ആഗ്രഹിക്കുന്ന റിയാലിറ്റി സ്ലോലി ഷേപ്പ് ആകും. ഇത് മാജിക് അല്ല, ഇത് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി വന്നാൽ കൺഫ്യൂഷൻ ഇല്ല, കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഡിലേ ഇല്ല. സോ അലൈൻ യുവർ സെൽഫ്, അപ്പോൾ അട്രാക്ഷൻ ഓട്ടോമാറ്റിക് ആയിരിക്കും. ഒരു പ്രാവശ്യം ഫീൽ ചെയ്യുന്നത് മതിയല്ല. നിന്റെ മൈൻഡ് പഴയ പാറ്റേൺസിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിനെ മാറ്റാൻ റെപ്പറ്റീഷൻ വേണം. നീ ദിവസവും കുറച്ച് സമയമെടുത്ത് നീ ആഗ്രഹിക്കുന്ന ജീവിതം ഫീൽ ചെയ്യണം. അത് ഒരു പ്രാക്ടീസാണ്. ആദ്യ ദിവസം അത് ഫേക്ക് പോലെ തോന്നാം, രണ്ടാം ദിവസം അത് കുറച്ച് റിയലായി തോന്നും, മൂന്നാം ദിവസം അത് നാച്ചുറലായി തോന്നും. ഗ്രാജുവലി നിന്റെ ബ്രെയിൻ പുതിയ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യും. നിന്റെ സബ് കോൺഷ്യസ് റീവയറിംഗ് തുടങ്ങും. നീ ഓട്ടോമാറ്റിക്കായി പോസിറ്റീവ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഹാബിറ്റ് ഫോർമേഷൻ. കൺസിസ്റ്റൻസിയാണ് സീക്രട്ട്. ഇന്റൻസിറ്റി അല്ല, കൺസിസ്റ്റൻസി. നീ ദിവസവും ചെറിയ സമയം പോലും ഡെഡിക്കേറ്റ് ചെയ്താൽ നിന്റെ എൻറ്റയർ ഇമോഷണൽ സിസ്റ്റം ചേഞ്ച് ചെയ്യും. അപ്പോൾ അട്രാക്ഷൻ എഫേർട്ട് അല്ല, ഓട്ടോമാറ്റിക് പ്രോസസ് ആയിരിക്കും. റിമെമ്പർ, നീ ആവർത്തിക്കുന്നത് തന്നെ നിന്റെ ജീവിതമാകും. ഒരു സമയം വരും, നീ ഫോഴ്സ് ചെയ്യുന്നത് നിർത്തും, നീ സ്ട്രഗിൾ ചെയ്യുന്നത് കുറയും. കാരണം നീ ഫ്ലോ സ്റ്റേറ്റിൽ പ്രവേശിക്കും. ഫ്ലോ എന്നത് എഫേർട്ട് ഇല്ല എന്നർത്ഥമല്ല, അതിൽ റെസിസ്റ്റൻസ് ഇല്ല എന്നതാണ്. നീ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നു. നീ ഫീൽ ചെയ്ത റിയാലിറ്റിയിലേക്ക് ലൈഫ് നിന്നെ നയിക്കുന്നു എന്ന് നിനക്കറിയാം. നീ ഓടുന്നില്ല, പക്ഷേ നീ മുന്നോട്ട് പോകുന്നു. നിന്റെ ആക്ഷൻസ് ഇപ്പോൾ സ്ട്രെസ് കൊണ്ടല്ല, ക്ലാരിറ്റി കൊണ്ടാണ്. നീ ഡിസിഷൻ എടുക്കുമ്പോൾ ഡൗട്ടില്ല, നീ മൂവ് ചെയ്യുമ്പോൾ ഫിയർ ഇല്ല. ഇതൊരു പീസ്ഫുൾ പവറാണ്. ഈ സ്റ്റേറ്റിൽ നീ കൂടുതൽ അക്കംപ്ലിഷ് ചെയ്യും, കുറഞ്ഞ എനർജി ഉപയോഗിച്ച്. കാരണം നീ എഗെയിൻസ്റ്റ് പോകുന്നില്ല, നീ കൂടെ ഒഴുകുന്നു. ഫ്ലോ ഈസ് വെയർ മാജിക് ഹാപ്പൻസ് ആൻഡ് യു ആർ ഫൈനലി ദെയർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വാക്കുകൾ പറയൂ. നിങ്ങളുടെ ദിവസം തന്നെ മാറിമറിയും. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം നോക്കി ഇങ്ങനെ പറയുക: ഞാൻ ശക്തനാണ്, എനിക്ക് എന്തിനേയും നേരിടാൻ കഴിയും. ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണ്. ഈ പോസിറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ദിവസം മുഴുവൻ ഊർജം നൽകുകയും ചെയ്യും. ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തിനായി ഒരു ചിരി നൽകൂ. ഐ ആം റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ.
പലതരത്തിലുള്ള അഫർമേഷൻ വീഡിയോകൾ ലൈവ് സെഷനിലുണ്ട്. മാനിഫെസ്റ്റേഷൻ വീഡിയോകളും മോട്ടിവേഷൻ വീഡിയോകളും വീഡിയോ സെഷനിലും ഷോർട്ട് സെക്ഷനിലുമുണ്ട്. താൽപ്പര്യമുള്ളവർ കണ്ട് സഹകരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഹൈപ്പ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. എല്ലാവർക്കും നന്ദി.